ഉൽപ്പന്നങ്ങൾ ഒറ്റ മാസം കൊണ്ട് അപ്രത്യക്ഷമായത് എങ്ങനെയാണ്? കൂട്ടരെ, അദാനി വിൽമർ കമ്പനി പയറും പരിപ്പും കടലയും 30 രൂപ നിരക്കിൽ വാങ്ങിക്കൂട്ടിയത് എത്രയാണെന്നോ? 1,84,00,000 ടൺ. ഈ സംഭരണ കാലത്താണ് ഗോമാതാവിന്റെ ആക്രോശവും അഹ്ലാഖിന്റെ കൊലപാതകവും നടന്നത്. തുടർന്ന് മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അതിലായി. അദാനി വിൽമർ കമ്പനി ശേഖരിച്ചതൊഴിച്ചാൽ ഒരു മണി പരിപ്പോ പയറോ മാർക്കറ്റിൽ അവശേഷിച്ചില്ല. പിന്നെ കാര്യങ്ങൾ വേഗത്തിലായി. 1 കിലോക്ക് 30 രൂപയുണ്ടായിരുന്ന പയറും പരിപ്പും ഒറ്റ മാസം കൊണ്ട് 210 രൂപക്ക് വിറ്റു. ലാഭം വെറും 33,12,000 കോടി രൂപ. സഞ്ജീവ് ഭട്ടും RV ശ്രീകുമാറും ഒക്കെ കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്നത് അറിയാലോ. കളിക്കുമ്പോ തീമറിഞ്ഞ് കളിക്കണം, അല്ലെങ്കിൽ മരണം കാരാഗൃഹത്തിലാവും. ഓർത്തോ? ആരുടെ എവരെയെല്ലാം കണക്കിന് പറഞ്ഞു കൊടുക്കണോ? ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. കണക്ക് പറയുമ്പോൾ എനിക്ക് പലതും പറയേണ്ടി വരും. 33,12,000 കോടി ഒറ്റ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. മൈക്രോ ഫിനാൻസിന്റെ 11,000 കോടിയുടെ കണക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ അസമത്വ യാത്ര നടത്തിയതും പുതിയ പാർട്ടി പ്രഖ്യാപിച്ചതും ആ കോടികൾ എറിഞ്ഞ. തായാടി മുതൽ നമ്പൂരി വരെ ഇപ്പൊ എന്റെ പിന്നാലെയാ. അടുത്ത മുഖ്യൻ ഞാൻ തന്നെയാ. രാജരാജശ്രീ ഗോത്രാശ്രീ സെൽഫി മഹാരാജാവ് ഇതാ എഴുന്നള്ളുന്നു. अरे दोस्तों, धन्यवाद. കോട്ടിഫിക്കേഷൻ കൊങ്കനടി അട്ടൂരിയാൻ വെള്ളരി നത്തിങ് ഈസ് ഗുഡ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഫ്രഞ്ചാ? ഫ്രഞ്ച് ഞാൻ എഴുതി അതായത് തീവ്രവാദികളെ കൊല്ലാൻ സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ബോംബിട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരേ ഒരാട്ടം ബോംബിട്ടാൽ മതി. 2ാം ലോക മഹായുദ്ധകാലത്ത് നാഗസാക്കിയും ഹിരോഷിമയിലും അമേരിക്ക കൊണ്ടിട്ട പോലെ. മനസ്സിൽ 2 ലഡു പൊട്ടി. G20 വെച്ച് ഒബാമയെയും നെതന്യാഹുവിനെയും പുടിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച്